ദൈവമേ, ഓരോരുത്തരെയും നമുക്ക് പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവിങ്ങിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്യമേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സുമേത്തും തമ്പുരാനുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാവർക്കും സ്വസ്ഥാനങ്ങളിരിക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വലുതരും ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ഒരു വചനം വായിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കും. ലൂക്കാ സുവിശേഷം 6-ാമത്തെ അധ്യായം 36-ാമത്തെ തിരുലിഖിതം. ലൂക്കാ 6:36. എല്ലാവരും ബൈബിളുണ്ടല്ലോ? ബൈബിളൊക്കെ ഒന്ന് തുറന്നു വയ്ക്കൂ, ഒരുമിച്ച് വായിക്കാം. ലൂക്കാ 6:36. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ദൈവത്തിന് മാത്രം പറയാം, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. നമുക്ക് ഒരുമിച്ച് വായിക്കാം. ലൂക്കാ 6:36. വായിച്ചോ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ ദൈവവചനം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഞാൻ അടുത്ത കാലത്ത് വായിച്ച ഒരു പുസ്തകത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ വളരെ പ്രശസ്തനായ ക്യാൻസർ ചികിത്സാ വിദഗ്ധനാണ്, രോഗ ചികിത്സ നടത്തുന്ന വിദഗ്ധനായ ഒരു ഡോക്ടറാണ് BP ഗംഗാധരൻ ഡോക്ടർ. ലേക്ക് ഷോർ ആശുപത്രിയിലുണ്ടായിരുന്ന ഡോക്ടറാണ്. വേറെ പല സ്ഥലങ്ങളിലും കേരളത്തിൽ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഒരു ഡോക്ടറാണ്. ഈ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ചികിത്സിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നു. ഒരു ചെറുപ്പക്കാരൻ കാണാമെന്ന് ഒരു യുവാവ് കാണാനെത്തി ഡോക്ടറോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 ദിവസമേ ആയുള്ളൂ. ഒരുമിച്ച് ജീവിച്ചത് വെറും 2 ദിവസം മാത്രം. ലീവില്ലായിരുന്നു, അതുകൊണ്ട് തിരിച്ചു പോകേണ്ടി വന്നു. ഇപ്പോൾ എൻ്റെ മുമ്പിൽ 2 വഴികൾ മാത്രമാണുള്ളതെന്ന് പറയുക. അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ 2 ദിവസത്തെ വിവാഹ ബന്ധം മറന്ന് അവളെ ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ഈശ്വരനോട് പ്രാർത്ഥിച്ച് ഈശ്വരൻ കരുണ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് അവളെ ചികിത്സ നടത്തണം. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അധികം ചിന്തിക്കുന്നില്ല, എൻ്റെ ഭാര്യയെ ചികിത്സിക്കണം, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ യുവാവ് പറയുകയാണ്, വിവാഹം കഴിഞ്ഞ് 2 ദിവസം മാത്രം ഒരുമിച്ച് താമസിച്ചു. 10 ദിവസം അദ്ദേഹം വിവാഹം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ. ഗൾഫിൽ നിന്നും തിരിച്ചു വന്ന് ഈ മനുഷ്യൻ ഡോക്ടറോട് പറയുകയാണ്, 2 വഴിയേ ഉള്ളൂ, ഒന്നെങ്കിൽ അവളെ ഉപേക്ഷിക്കണം, കാരണം മാരകമായ ഒരു രോഗം അവൾക്ക് ബാധിച്ചു എന്ന് അപ്പോൾ തിരിച്ചറിഞ്ഞു. ബോൺ ക്യാൻസർ വന്നു, അത് ചികിത്സിക്കാൻ പറ്റാത്ത പരുവത്തിലായി. ഇനി വേറൊന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ 2ാമത്തെ ഓപ്ഷൻ സ്വീകരിക്കുകയാണ്. അവളെ ചികിത്സിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം ഞങ്ങളോട് കരുണ കാണിക്കും, വിശ്വസിക്കുകയാണ് എന്ന് പറഞ്ഞ് ഡോക്ടറോട് പറയുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, ദൈവം എൻ്റെ മുമ്പിൽ മനുഷ്യരൂപത്തിൽ ഇവനിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഞാൻ കാണുക എന്ന് പറഞ്ഞു. അവൻ്റെ പേര് രാജീവ് എന്നാണ്, അവൻ്റെ ഭാര്യയുടെ പേര് ദേവി എന്നാണ്. അപ്പം ദേവിയെ വെറും 2 ദിവസം മാത്രം ഒരുമിച്ച് താമസിക്കുകയും 10ാം ദിവസം അവൾക്ക് മാരക രോഗമാണ് എന്ന് തിരിച്ചറിയുകയെല്ലാം ചെയ്യുമ്പോൾ അത് ഏറ്റെടുക്കാനും അവളെ ഏറ്റെടുക്കാനും
ചികിത്സിക്കാനും ദൈവത്തിൽ വിശ്വസിക്കാനും തയ്യാറായ ഒരു ചെറുപ്പക്കാരൻ. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഡോക്ടർ അവളെ ചികിത്സിച്ചു. അവളുടെ വലത് കാല് മുറിച്ച് കളയേണ്ടതായി വന്നു. കൃത്രിമ കാല് വെച്ചു. അവൾ പിന്നീട് ആ ചികിത്സയിലൂടെയെല്ലാം ദൈവകാരുണ്യം കൊണ്ട് അവൾ സൗഖ്യപ്പെട്ടു. അതിനുശേഷം അവൾ MA പഠിച്ചു, BEd പഠിച്ചു. അവളൊരു സ്കൂളിലെ ടീച്ചറായി. അവൾക്ക് 2 കുട്ടികൾ ഉണ്ടായി. അപ്പോൾ 2 കുട്ടികളും ഉണ്ടായി, ടീച്ചറായി അവൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരുടെ കാരുണ്യം കൃത്രിമക്കാലിലൂടെയും അതുപോലെ സംരക്ഷണത്തിലൂടെയും ആ കുടുംബത്തിൽ അനുഗ്രഹമായി മാറി. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഞാൻ ഇന്നിത് ഇവിടെ പറയുമ്പോൾ നമ്മൾ അനേകം ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരാണ്. ധ്യാനം കൂടാത്തവരില്ല, ധ്യാനം കൂടാത്തവരില്ല. ഇഷ്ടംപോലെ ധ്യാനങ്ങൾ കൂടുന്നു, അനുദിനം കുർബാനയിൽ പങ്കെടുക്കുന്നു, കുമ്പസാരിക്കുന്നു, ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു. ആത്മീയ കാര്യങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇങ്ങനെ ആത്മീയ മേഖലകളിൽ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേകരുടെ ജീവിതത്തിൽ ഇന്ന് ദൈവം അവരുടെ മേൽ ചൊരിഞ്ഞ ആ കരുണ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഇന്ന് പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. ഭർത്താവിനെ ശ്രദ്ധിക്കുകയും വീട്ടിലെ ജോലികൾ കൃത്യമായിട്ട് ചെയ്യുകയും ഭക്ഷണം പാകം ചെയ്യുകയും വീട് അടിച്ചു തുടച്ച് കൃത്യമായി ചെയ്യുകയും കൃത്യതയോടെ എല്ലാ കാര്യങ്ങളും കുടുംബത്തിൻ്റെ കാര്യം ചെയ്യുന്ന ഒരു ഭാര്യയെ ഭർത്താവിനെ സ്നേഹിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തിനും ബുദ്ധിമുട്ടുണ്ടോ? ഹല്ലേലൂയ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതുപോലെ തിരിച്ച് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം നോക്കുന്നു, നല്ല ഭവനം ഉണ്ടാക്കി തരുന്നു, മക്കളുടെ വിദ്യാഭ്യാസം നടത്തുന്നു, കുടുംബത്തിൽ ഒരു കുറവുമില്ലാതെ നോക്കുന്നു. രോഗം വന്നാലും ക്ഷീണം വന്നാലും കരുതലുള്ള ഭർത്താവ്, ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ താമസത്തിനോ ഒരു കുറവും വരുത്താതെ, ഉല്ലാസത്തിന് കുറവ് വരുത്താതെ കുടുംബത്തെ നോക്കുന്ന ഒരു ഭർത്താവിനെ സ്നേഹിക്കാൻ ഒരു ഭാര്യയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. ഇതൊന്നുമില്ല എങ്കിൽ വിപരീതമായ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും നമ്മുടെ ഈ ആത്മീയ ശുശ്രൂഷകൾ അതിനെ അതിജീവിക്കാനോ കുടുംബം തകർന്നു പോകാതെ മുമ്പോട്ട് കുടുംബത്തെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാനോ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നില്ല എങ്കിൽ ഈ ആത്മീയ ശുശ്രൂഷകൾ കൊണ്ട് യാതൊരു കാര്യവുമില്ല. പറഞ്ഞേ ഹല്ലേലൂയാം, വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. കുടുംബത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കരുണയുടെ കാരുണ്യത്തിൻ്റെ നനവ് നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് വറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബജീവിതങ്ങളിൽ കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കാരുണ്യത്തിൻ്റെ നനവ്, കരുണയുടെ അംശം അല്ലെങ്കിൽ കരസ്പർശം ഇന്ന് കുടുംബങ്ങളിൽ നിന്നും അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം അങ്ങനെയാണെങ്കിലും ആത്മീയ കാര്യങ്ങൾക്കോ ദശാംശം കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ സഹായം ചെയ്യുന്നതിലോ ഒരു മടിയും നമ്മൾ കാണിക്കില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കോവിഡിന് മുമ്പ് ഇവിടെ ആർക്ക് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പം ഞാൻ രാവിലെ അന്ന് നിത്യാരാധന ഷാപ്പിലാണ് കുർബാന നടക്കുന്നത്. കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നാണ് പകുതി കഴിയുമ്പോൾ അൾത്താരിലേക്ക് മൊത്തം അങ്ങോട്ട് തിരിഞ്ഞല്ലേ, ജനങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് ഇന്ന് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ഗൾഫിലേക്കൊക്കെ അവധി കഴിഞ്ഞ് പോകുന്നവർ
വീൽ ചെയർ അല്ല വീലുള്ള വലിച്ചുകൊണ്ട് വന്ന ട്രോളി ആയിട്ടുള്ള ബാഗുകൾ ഒന്നിങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നു, ഒരു ബാഗ് പുറത്ത് തൂക്കിയിട്ടിരിക്കുന്നു, മറ്റൊന്ന് കയ്യിൽ തൂക്കി പിടിച്ച് ഒരു വയസ്സായ ഒരു അപ്പച്ചൻ അവിടെ നിന്ന് ഇങ്ങനെ ഗേറ്റ് കിടന്നിറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ ഈ കുർബാൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇറങ്ങി വന്നിങ്ങനെ വാതിൽ ഫ്രണ്ടിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. രാവിലെ 7 മണി സമയം. അപ്പോൾ ഈ അപ്പച്ചൻ, ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ വല്ല എന്തെങ്കിലും എയർപോർട്ടിലൂടെയൊക്കെ പോകുമ്പം ഇങ്ങനെ കൊണ്ടുപോയില്ലേ വിദേശത്തേക്ക് പോകുന്നത്, അതുപോലെ ഈ ചേട്ടൻ ഒരു ട്രോളി വലിച്ചുകൊണ്ട് വരുന്നു, ഒരു ബാഗ് പുറത്ത് കിടക്കുന്നു, മറ്റൊന്ന് കൈ തൂക്കി പിടിച്ചിരിക്കുന്നു. അങ്ങനെ ബാഗുകളുടെ ഒരു കൂമ്പാരവുമായി ഈ ചേട്ടൻ വരികയാണ്. അപ്പോൾ കുർബാന കഴിഞ്ഞ് ഞാനിവിടെ ഈ അപ്പച്ചനെ കാണാനായിട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പം ഈ അപ്പച്ചൻ ഇങ്ങനെ പുറത്ത് നിൽപ്പുണ്ട്. ഈ അപ്പച്ചനോട് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് 5 മക്കളുണ്ട്, ഈ 5 മക്കളും എന്നെ നോക്കില്ല, എന്നെ പുറത്താക്കി. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റേതായ സാധനങ്ങളെല്ലാം വാരി കെട്ടിയെടുത്ത് ഞാൻ അവനോട് ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ എന്നെ ഇവിടെ നിർത്താമോ എന്ന് ചോദിച്ചു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇന്ന് കരുണയുടെ സ്പർശം കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഇന്ന് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾ സ്വർഗസ്വനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. അപ്പോൾ ഈ കരുണ ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഈ ആത്മീയ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇന്ന് കരുണയുടെ ഒരു ജീവിതമോ കരുതലിൻ്റെ കൂട്ടായ്മയുടെ ഒരു അംശമോ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ആത്മീയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കരുണയുടേതായ ഒരു ജീവിതം, കൂട്ടായ്മയുടെ ഒരു ജീവിതം നയിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ നിർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ലൂക്കാ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായം 43 മുതലുള്ള വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ലൂക്കാ 6:43 മുതലുള്ള വചനങ്ങൾ. നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് വചനം പറയാം, ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ, ഹൃദയത്തിൽ കരുണയുടെ സ്പർശമുണ്ടായെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അധരങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും കാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ, കരുതലിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും ഉണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ എത്രമാത്രം ആത്മീയ ശുശ്രൂഷകളിൽ നമ്മൾ പങ്കെടുക്കുന്നുവോ, എത്രമാത്രം നമ്മൾ പ്രാർത്ഥനയുടെ മനുഷ്യരായി മാറുന്നുണ്ടോ, അതിൻ്റെ തോതനുസരിച്ച് കരുണയുടെ ഒരു ജീവിതം, കാരുണ്യത്തിൻ്റെ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റൂ. ഇന്ന് അനേകം മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ ജീവിത പങ്കാളികൾ അനേകം ഞെരുക്കങ്ങളിലൂടെ പോവുകയാണ്. ഒരു സ്നേഹമില്ല, കൂട്ടായ്മയില്ല, ഐക്യമില്ല, മനസ്സിന് പൊരുത്തമില്ല. ഇതില്ലാതെ ഇന്ന് ഞെരുങ്ങുന്ന അനേകം സാഹചര്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ സെൻറ്റർ കിട്ടിയതിന് ശേഷം എത്രയോ വ്യക്തികൾ ഇത്തരത്തിൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെന്നറിയോ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ചേട്ടൻ ഒരു ദിവസം ഇവിടെ എൻ്റെ അടുത്ത് വന്നു. ഇവിടെ വന്ന് പ്രായമായ ഒരു അമ്മച്ചി പ്രാർത്ഥിക്കാൻ, എൻ്റെ അമ്മയാണ്, പ്രാർത്ഥിക്കാൻ വിട്ടോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു. ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ഇവിടെ പറഞ്ഞു വിട്ടു, ഓട്ടോറിക്ഷയിൽ കയറ്റി ഇവിടെ പറഞ്ഞു വിട്ടു, ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. ഞാൻ അന്നേരം ഇല്ല ഇവിടെ കൊണ്ടുവന്നാക്കി ബാഗുകളും കാര്യങ്ങളും മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ ഒരു മുറി കയറ്റി വിട്ടു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഈ മനുഷ്യൻ പോയി. ഈ അമ്മയ്ക്കൊന്നും നടക്കാൻ പറ്റില്ല, സ്വന്തമായൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇത് ഓൾഡ് ഏജ് ഹോമാണെന്ന് ആൾ വിചാരിച്ചത്.
അത് പിന്നീട് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് അത്ര ഓർമ്മയില്ല, ബോധവും ഇല്ല. അപ്പോൾ ഇച്ചിരി മാനസികമായ ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ട്. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് സെക്കൻഡൊക്കെ നിന്ന നിപ്പിൽ റൂമിലും മേത്തെല്ലാം വാരിപ്പൂശി ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇത് മാനസികാശുപത്രിയാണോ? ഹല്ലേലൂയ. അങ്ങനെ ചികിത്സാ കേന്ദ്രമാണോ? ഞാൻ എന്നിട്ട് ഈ മനുഷ്യനെ ഫോൺ ചെയ്തു, ഈ മകനെ ഫോൺ ചെയ്തു. മകൻ ഫോൺ എടുക്കുന്നില്ല. എന്ത് ചെയ്താലും ഫോൺ എടുക്കില്ല. ഈ മകൻ ഫോൺ എടുക്കില്ല. അത് കഴിഞ്ഞ് വേറെ അയലോകക്കാരോട്, ചേട്ടന്മാരോട് ഒക്കെ അന്വേഷിച്ച്, അച്ഛനോടൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ എൻ്റെ ഫോണിനല്ല, ഇവിടുന്ന് വേറൊരാളുടെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ കിട്ടി. അപ്പോൾ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞു. ഇത് നല്ല തറവാട്ടുകാരാ, മോശക്കാരൊന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു പ്രാർത്ഥനാ സെൻ്റർ ആയതുകൊണ്ടും അങ്ങനെയുള്ള ആൾക്കാർ നോക്കാനില്ലാത്തത് കൊണ്ടും പിന്നീട് ഞാൻ അടുത്തൊരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് സംഘടിപ്പിച്ച് അവിടെ പറഞ്ഞു വിടേണ്ടി വന്നു. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഇപ്പം ദൈവത്തിൻ്റെ കാരുണ്യം സ്വീകരിക്കുന്ന നമ്മൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കരുണ അനുഭവിക്കാനും തിരിച്ചറിയാനും നമ്മുടെ ആത്മീയ ജീവിതങ്ങളും ശുശ്രൂഷകളും ഇന്ന് ഫലദായകമായിട്ട് മാറുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമില്ല, നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾക്ക് അർത്ഥമില്ല. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഈ കരുണ അനുഭവിക്കുകയും ഈ കാരുണ്യത്തിൽ പങ്കുപറ്റുകയും ചെയ്യുന്ന നമ്മൾ കരുണയുള്ള പ്രവർത്തനങ്ങൾ കുടുംബത്തിൽ മാതാപിതാക്കന്മാരോട്, അതുപോലെ സഹോദരങ്ങളോട്, ജീവിത പങ്കാളിയോട് കരുണയോടെ പ്രവർത്തിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായം 12 മുതലുള്ള വചനങ്ങൾ, 8 മുതലുള്ള വചനങ്ങൾ വായിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 8 മുതലുള്ള വചനങ്ങൾ, 16 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കരുണയോടെ മാതാപിതാക്കന്മാരോട് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ പെരുമാറുമ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുക. നമുക്ക് ഒരുമിച്ച് വായിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 8 മുതലുള്ള വചനങ്ങൾ. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിൻ്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീട്ടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും. പിതാവിനെ പരിത്യജിക്കുന്നവന് ദൈവദോഷത്തിന് തുല്യനാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേക്കും. എത്രയോ കാര്യങ്ങളാണ് ദൈവത്തിന് വചനം പറയുന്നത്. അപ്പോൾ പിതാവിനെ, മാതാപിതാക്കന്മാരെ അനുസരിക്കുമ്പോൾ, ആദരിക്കുമ്പോൾ, അവർക്ക് ന്യായമായ അംഗീകാരം നൽകുമ്പോൾ, ഭക്ഷണം നൽകുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. നമുക്കറിയാം, ഭക്ഷണം പോലും കൊടുക്കില്ല. ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ. ഞാനൊരു പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെ മക്കൾ 4 പേര്. അപ്പൻ മരിച്ചുപോയി. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നുള്ള വീതമെല്ലാം മേടിച്ചു. അവസാനം അമ്മയുടെ പേരിൽ 2 ഏക്കർ സ്ഥലവും ഒരു നല്ല 2 നില വാർക്ക് വീടും ഉണ്ടായിരുന്നു. അത് വീട്ടിൽ നിൽക്കുന്ന ഇളയ മകൻ സൂത്രത്തിൽ പറഞ്ഞ് അത് രജിസ്റ്റർ ചെയ്ത് മേടിച്ചു. ഇത് മേടിച്ച് കഴിഞ്ഞോടുകൂടി ഈ മകൻ അമ്മ പിന്നെ നോക്കില്ലെന്നായി, ഭക്ഷണം കൊടുക്കില്ല.
മുറിക്ക് പുറത്തിറക്കമില്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ. അങ്ങനെ അവസാനം ഈ മകൻ എന്ത് ചെയ്യുന്നറിയാവോ? ഒരു ദിവസം കാറയിൽ ഈ അമ്മയെ കയറ്റി മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ, ഈ പുള്ളിയുടെ ഏറ്റവും മൂത്ത ചേട്ടൻ, അമ്മയുടെ മൂത്ത മകൻ്റെ വീട്ടിൽ ചെന്നു. മകൻ്റെ വീട്ടിൽ വെറുതെ ഒരു കാഷ്വൽ വിസിറ്റ് എന്ന രീതിയിൽ ചെന്നതാണ്. വൈകുന്നേരം അങ്ങനെ വീട്ടിൽ ചെന്നു. അങ്ങനെ പോരാൻ നേരത്ത് ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ വർത്താനം എല്ലാം പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ മകൻ അമ്മയോട് പറഞ്ഞു, എന്നാൽ ഇവിടെ തന്നെ നിന്നോ, ഞാനിപ്പം വരാമെന്ന് പറഞ്ഞ് ഇത് പോകുന്നു. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയാവോ? അമ്മയുടെ ഡ്രസ്സുകൾ മുഴുവനും ഈ അമ്മയെ കൊണ്ടുപോയി ഡിക്കിക്കകത്ത് കയറ്റി അമ്മയെ അറിയാതെ കൊണ്ടുപോയി അത് ആ വീട്ടിൽ കയറ്റി കൊണ്ടുപോയി വെച്ചു. അവരും അറിഞ്ഞില്ല. ഈ വർത്തമാനമൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ ഈ ചേട്ടൻ്റെ വീട്ടിൽ ഈ ബാഗുകളെല്ലാം ഒതുക്കത്തിലാക്കി വെച്ചു. പോരുന്ന സമയത്ത് പറഞ്ഞു, അമ്മ അവിടെ നിന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. പിന്നീട് ഇവൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ മൂത്ത ചേട്ടന് മനസ്സിലായത് അനിയൻ ഹല്ലേലൂയ വീട്ടിൽ കൊണ്ടുപോയി തള്ളിയിട്ട് പോയതെന്ന് മനസ്സിലായി. ഹല്ലേലൂയ. ഈ മൂത്ത ചേട്ടൻ സമ്മതിക്കുമോ? മൂത്ത ചേട്ടൻ അന്ന് തന്നെ ഇതേപോലെ അവൻ്റെ കാറെടുത്തു, അമ്മയെ കയറ്റി അനിയൻ്റെ വീട്ടിൽ പോകാം, 8-10 കിലോമീറ്റർ അകലുണ്ട്, അവിടെ നമുക്കൊന്ന് ഇന്ന് വൈകുന്നേരം പോയി ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് ഇതേപോലെ ബാഗ് എല്ലാം എടുത്തു വെച്ച് ആ വീട്ടിൽ കൊണ്ടുപോയി അമ്മയെ അവിടെയാക്കി. സൂത്രത്തിൽ അമ്മയുടെ ബാഗുകളും എല്ലാം ആ വീട്ടിൽ വെച്ചിട്ട് അവൻ അവിടുന്ന് സൂത്രത്തിൽ ഇറങ്ങിപ്പോന്നു. അപ്പം രണ്ടാമനും ഈ കാര്യം മനസ്സിലായി, അമ്മയെ കൊണ്ടുവന്ന് തള്ളി. പിറ്റേ ദിവസം അവൻ എന്ത് ചെയ്തു? അടുത്തവൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഇത് അതിശോക്തി പറയുന്നല്ല, സംഭവിച്ച കാര്യമാണ്. ഇതേപോലെ അപ്പോഴാണ് പിന്നീട് അപ്പം ഈ 4 പേർക്കും കാര്യം മനസ്സിലായി. ഇളയവൻ ഇങ്ങനെ ചെയ്തു എന്ന് 3 പേർക്കും മനസ്സിലായി കാര്യങ്ങൾ. അപ്പോൾ അവസാനം ഇത് പ്രശ്നമായി. അങ്ങനെ എല്ലാവരോടും ബാക്കി 3 പേര് സംഘടിച്ചു. നീയാണ് അമ്മയുടെ സ്വത്തുകളും അതുപോലെ തന്നെ വീടും എല്ലാം മേടിച്ചെടുത്തത്, 2 ഏക്കറും മാർക്ക് വീടെല്ലാം മേടിച്ചെടുത്തത്, അതുകൊണ്ട് നീ തന്നെയാണ് നോക്കേണ്ടത്. അപ്പോൾ പ്രശ്നമായി, വീട്ടിൽ പ്രശ്നമായി, കഞ്ഞി കൊടുക്കില്ലെന്നായി. അങ്ങനെ ഇവരെന്നെ വിളിച്ചു. ഞാൻ ആ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് 8 മണിക്കൂറാണ് ആദ്യത്തെ ചർച്ച. ഒരു ദിവസം 8 മണിക്കൂർ ചർച്ച. അത് പുരോഗമിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം വീണ്ടും ഇതേപോലെ അടുത്തൊരു 8 മണിക്കൂർ. അങ്ങനെ 2 ദിവസത്തെ ചർച്ച 16 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ധാരണയിലെത്തി. ആ ധാരണ എന്താണെന്നറിയാമോ? 4 മക്കളാണ്. ആദ്യത്തെ 3 മാസം മൂത്തവൻ്റെ വീട്ടിൽ നിൽക്കും, രണ്ടാമത്തവൻ്റെ വീട്ടിൽ അടുത്ത 3 മാസം അമ്മ നിൽക്കും, അടുത്ത മാസം മൂന്നാമത്തവൻ്റെ വീട്ടിൽ നിൽക്കും. ഇതിങ്ങനെ റൊട്ടേഷൻ. എന്തായാലും ഈ അമ്മ ഒറ്റ റൊട്ടേഷൻ തീർക്കാൻ പറ്റിയില്ല. അതിനു മുമ്പേ മരിച്ചതുകൊണ്ട് ഹല്ലേലൂയ അവരുടെ ഒരു ഭാരം ഒഴിഞ്ഞു കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മോശക്കാരൊന്നുമല്ല, പള്ളിയിലെ കൈക്കാരന്മാരും അതുപോലെ തന്നെ നല്ല ആൾക്കാരൊക്കെ തന്നെയാണ് ഈ അഭ്യാസ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, വലുതിരുമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ദൈവത്തിന് വചനം പറയുകയാണ്, പിതാവിനെയും മാതാവിനെയും വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് നീ അവൻ്റെ അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി മാറണം. എന്നിട്ട് പറയുകയാണ്, പിതാവിൻ്റെ അനുഗ്രഹം നിൻ്റെ ഭവനത്തിൻ്റെ അടിത്തറയെ, ഭവനങ്ങളെ ബലമുള്ളതാക്കി മാറ്റും. അനേകം കുടുംബങ്ങൾ തകർന്നു പോകുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഇതാ. മാതാപിതാക്കന്മാരുടെ അവർ ശപിക്കില്ല എന്ന് നമുക്ക് സാധാരണ ഗതി മാതാപിതാക്കന്മാർ ശപിക്കുമോ? ശപിക്കില്ല. പക്ഷേ അവരുടെ ഒരു മനസ്സിൻ്റെ വേദന, ഈ മനസ്സിൻ്റെ വേദന അവരുടെ കുടുംബങ്ങൾ ബലക്ഷയമാക്കി മാറ്റുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് അമ്മയുടെ ശാപം വീടിൻ്റെ അടിത്തറ ഇളക്കുമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്ന് വായിച്ചു നോക്കിയേ. 9-ാമത്തെ വചനം, പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും, അമ്മയുടെ ശാപം അടിത്തറ ഇളക്കും. എന്നിട്ട് പറയുകയാണ് 12 നോക്കിയേ, വാർദ്ധക്യത്തിൽ സഹായിക്കുക, മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കണം. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്, കയ്യേറ്റം ചെയ്യരുതെന്ന് വരെ പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം. നീ ബലവാനാണ്, നിനക്ക് നല്ല ആരോഗ്യമുണ്ട്, ബലമുണ്ട്, എങ്കിലും നീ നിൻ്റെ മാതാപിതാക്കന്മാരെ കയ്യേറ്റം ചെയ്യരുത്. ഹല്ലേലൂയ. കയ്യേറ്റം ചെയ്യുന്നവരുമുണ്ട്.
ഹല്ലേലൂയ. അറിവ് കുറവുള്ളവനെ മാറ്റി നിർത്തും, ഒതുക്കി നിർത്തും. അത് സത്യമാണ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ഒരു എവിടുന്നെന്ന് പറയുന്നില്ല, ഒരു ചെറുപ്പക്കാരൻ 25 വയസ്സ് പ്രായമുള്ളൊരു പയ്യൻ. അവന് ഇച്ചിരി മാനസികമായ കുറവുള്ള ഈ പയ്യൻ ശരിക്ക് ഒന്നും അറിയത്തില്ല. 25 വയസ്സുണ്ട്, ഒരു കാര്യം ചെയ്യാനും അറിയത്തില്ല. ഇവിടെ കൊണ്ടുവന്ന് ഈ കോവിഡ് കാലഘട്ടത്തിൽ വന്നാണ്. കോവിഡ് കാലഘട്ടത്തിൽ വണ്ടി ഓടുന്ന സമയത്ത് ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നാണ്. ഈ അപ്പൻ എന്നെ വിളിച്ചു, ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നോളാൻ പറഞ്ഞു. കാരണം ഇവിടെ 24 മണിക്കൂറും ആരാധനയുള്ളത് കൊണ്ട് ഇവിടെ വന്നിരുന്ന പല സ്ഥലങ്ങളിൽ വരുന്ന ഫാമിലിയായിട്ട് വരുന്ന വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ആദ്യത്തെ പ്രാവശ്യം ഇവർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഈ പയ്യൻ മന്ദബുദ്ധി അല്ലെന്ന് വേണേൽ പറയാം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ അങ്ങനെയൊക്കെ ആ ടൈപ്പിലുള്ളൊരു പയ്യൻ. 25 വയസ്സായി. സ്കൂളിൽ ഈ ഒരു തരത്തിലൊക്കെ പോയി 10ാം ക്ലാസ്സും 12ാം ക്ലാസ് വരേക്ക് ഇപ്പോൾ പ്രൊമോഷൻ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ കയറി വന്നിട്ടുണ്ട്. പക്ഷേ രണ്ടും 2+3 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയാൻ അറിയത്തില്ല. ഒരു കണക്കോ കാര്യങ്ങൾ അറിയത്തില്ല. അത്യാവശ്യം അങ്ങനെ അവൻ്റെ കാര്യങ്ങൾ അങ്ങനെയും പറയാൻ പറ്റില്ല. ഭക്ഷണം കഴിച്ചാൽ ഒരു കൺട്രോളില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കും. വിശപ്പൊന്നും തീർന്നോ അല്ലെങ്കിൽ വയറ് നിറഞ്ഞെന്നറിയാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത പയ്യൻ. അപ്പം അങ്ങനെ ഇവരെന്നോട് പറഞ്ഞു, അങ്ങനെ ഇവിടെ 2-3 ട്രിപ്പ് വന്നു. 2-3 ട്രിപ്പ് ഇവിടെ വന്ന് താമസിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഇവരെന്നോട് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, എന്നാൽ ഇവിടെ വേണമെങ്കിൽ വന്ന് നിന്നോട്ടെ, കുറച്ച് ദിവസമൊക്കെ നിന്നാൽ എങ്ങനെയായാലും അവനെ കർത്താവ് അങ്ങനെ തൊടുവാണെങ്കിൽ തൊടട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, പിന്നെ ഓർഗൻ വായിക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞ് ഒരു ഓർഗനെല്ലാമായിട്ട് ഇവനെ നിർത്താൻ വേണ്ടി വന്നു. അതുവരെ ഈ കാരണന്മാരുടെ കൂടെയാണ് മുറി ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയത്തില്ലല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ട് ഇവിടുന്ന് പോയി. അപ്പോൾ ഈ കുർബാനയുടെ സമയത്ത് ഇവൻ ഭയങ്കര ഡിസ്ട്രാക്റ്റാണ്, ഇറങ്ങി ഓടി. അപ്പോൾ ഈ ഇറങ്ങി ഓടി മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ചേട്ടന്മാർ പുറകെ ഇറങ്ങി ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഇവൻ ഈ ബാത്റൂമിൽ പോകുന്നതിന് പകരം റൂമിൽ തട്ടി മേത്തെല്ലാം മാതിരി കട്ടിലേലും വാതിലേലും എല്ലാം പൂശി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് അവൻ്റെ ഇങ്ങനെയുള്ള പയ്യൻ. എന്നിട്ട് ഞാൻ ഈ അപ്പനെ വിളിച്ചു. ഇവർ വന്ന് കുളിച്ച് റൂമൊക്കെ അടിച്ച് വൃത്തിയാക്കി ക്ലീനാക്കി റെഡിയാക്കി അങ്ങനെ ഹല്ലേലൂയ. അത് കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ അപ്പൻ ഞാനിപ്പം വരില്ലെന്നാണ് പറയുന്നത്. ഇവനെ ഒന്നും ഞാൻ കൊണ്ടുപോകില്ല, എനിക്ക് അവനെ ഒന്നും വേണ്ടെന്നാണ് പറയുന്നത്. ഞാൻ വരില്ല എന്ന് പറഞ്ഞു. എനിക്കാണ് ഇവരുടെ ഈ പ്രത്യേകിച്ച് സ്ഥലം എവിടെയാന്ന് പോലും കൃത്യം എനിക്ക് അറിയത്തു പോലുമില്ല. ഹല്ലേലൂയ. എനിക്ക് കൃത്യം അറിയത്തില്ല. പിന്നെ ഞാൻ ഒരു തരത്തിൽ വിളിച്ച എൻ്റെ ദൈവസഹായത്തിൽ ഇവിടെ നിർത്തി. എന്തായാലും ഒരു 2-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സ്റ്റൈല് നമുക്ക് പറ്റുമോ? ഈ സ്റ്റൈൽ നമുക്ക് പറ്റില്ല. ഇത് ഒരു മാനസികമായ ബുദ്ധിമുട്ടുള്ളവരെ നോക്കുന്ന സ്ഥലമൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ ഒരു ദിവസം ഈ ചേട്ടനോട് വിളിച്ചു. ഞാൻ ആ വഴിക്കൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ചേട്ടൻ്റെ വഴിക്കൂടെ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് വണ്ടിയെ കയറ്റി. ചേട്ടൻ വരില്ല. ചേട്ടൻ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വിട്ട അപ്പൻ പറയാണ്, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, ഡ്രൈവറെ കിട്ടില്ല, ഇതിനൊക്കെ പ്രശ്നം. അപ്പം ഞാൻ വണ്ടിയെ കയറ്റി ഇവൻ്റെ ഓർഗണും സാധനങ്ങളെല്ലാമായിട്ട് ഇവിടുന്ന് പോയി. ഞാൻ ഒരു 100 കിലോമീറ്റർ അപ്പുറം മിച്ചം ഞാൻ കൊണ്ടുപോയി വിട്ടു. അപ്പോൾ എന്നിട്ട് അവിടം വരെയെങ്കിലും ചേട്ടൻ വണ്ടി ഓടിക്കാൻ പറ്റില്ല, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് അങ്ങനെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു. ഹല്ലേലൂയ. അപ്പം നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അറിവ് കുറവുള്ളവനെ അല്ലെങ്കിൽ മാനസികമായ വൈകല്യമുള്ളവരെ നമുക്ക് വേണ്ട. ഇന്ന് ഈ രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. വലതിന് വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് യേശുവിൻ്റെ കാരുണ്യവും യേശുവിൻ്റെ സ്നേഹവും തിരിച്ചറിയുന്ന നമ്മൾ, ആത്മീയ ശുശ്രൂഷയിലൂടെ എല്ലാം കടന്നു വരുമ്പോൾ ഇത് തിരിച്ചറിയുന്ന നമ്മൾ കരുണയോടെ നമ്മൾ പ്രവർത്തിക്കണം. പിതാവായ ദൈവത്തിൻ്റെ കരുണയോടെ നമ്മൾ ഇന്ന് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ എനിക്ക് വ്യത്യസ്തമായൊരു അനുഭവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ അടുത്തൊരു പള്ളിയിൽ വികാരിയായ സമയത്ത് അവിടുത്തെ പള്ളി പണിത് ഞാൻ. അന്ന് 30 വീടുകാരേ ഉള്ളൂ. ആ പള്ളിക്ക് 30 വീട്ടുകാരേ ഉള്ളൂ. പക്ഷേ ആ കാലഘട്ടത്തിൽ 2003 കാലഘട്ടത്തിൽ
ഒരു 27 പള്ളിയിൽ കളക്ഷൻ എടുക്കാൻ പോയി. 27 പോയി പള്ളിയിൽ കളക്ഷൻ എടുത്ത് അന്ന് ഒരു 45 ലക്ഷം രൂപ മുടക്കി അവിടെ നല്ലൊരു സൂപ്പർ പള്ളി പണിതു. അപ്പോൾ ഈ പള്ളി പണിത് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ്റെ ബന്ധു തൃശ്ശൂർ ഭാഗത്തുണ്ട്. ആ ബന്ധു തൃശ്ശൂർ ആ കുടുംബം, ഭർത്താവും അതുപോലെ ഭാര്യയും മണ്ണൂത്തി ഈ കാർഷിക സർവകലാശാലയിലെ വലിയ ഉദ്യോഗസ്ഥര, അധ്യാപകരാണ്, PhD ഒക്കെ കിട്ടി അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ മൂത്ത കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നു. ഒരു പെൺകുട്ടി, 10-20 വയസ്സ് പ്രായമുണ്ട്. ഈ മൂത്ത പെൺകുട്ടിയുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഒരു മന്ദബുദ്ധിയാണ്. വിളിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾ മക്കളെല്ലാം, ബാക്കി മക്കളൊക്കെ അവിടെ ഉണ്ട്, എല്ലാവരും വിളിച്ചു കൊണ്ടുവന്നു. ഈ മന്ദബുദ്ധിയായി മുറിയിലിരിക്കുന്ന കൊച്ചിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇത് മൂത്ത കുട്ടിയാണ്, പേരിത. രണ്ടാമത്തെ കുട്ടിയെ പരിചയപ്പെടുത്തി, മൂന്നാമത്തെ കുട്ടിയെ പരിചയപ്പെടുത്തി, നാലാമത്തെ പരിചയപ്പെടുത്തി, അഞ്ചാമത്തെ 5 പിള്ളേരെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെന്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ച് അവളെ അടുത്തിരുത്തി ഭക്ഷണം അവൾക്ക് എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് ഇവരെന്നോട് പറഞ്ഞു, PhD പഠിക്കാൻ വേണ്ടി ഈ അമ്മ ഡോക്ടറേറ്റിന് വേണ്ടി ഡൽഹിയിലായിരിക്കുമ്പോൾ ഇവളെ കൊണ്ടുപോയി, കൂടെ കൊണ്ടുപോയി അവിടെ ലോഡ്ജ് എടുത്ത് താമസിച്ച് ഈ കുട്ടിയെ എവിടെ പോയാലും, കോളേജിൽ പോയാലും, അത് ഏതെങ്കിലും അക്കാഡമിക്കായിട്ടുള്ള ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് പോയാലും, കല്യാണങ്ങൾക്ക് പോയാലും, ആഘോഷങ്ങൾക്ക് പോയാലും, സിനിമയ്ക്ക് പോയാലും, അതുപോലെ ഷോപ്പിങ്ങിന് പോയാലും ഈ കുട്ടിയെ മുമ്പിൽ കയറ്റിയിരുത്തും വണ്ടിയാൽ. ഈ അപ്പനും അമ്മയും എവിടെ പോയാലും കൊണ്ടുപോകും, മാറ്റി നിർത്തിയില്ലെന്നുള്ളതാണ്. എവിടെ പോയാലും ഈ മൂത്ത കുട്ടിയെ കൂടെ കൊണ്ടുവന്ന് എല്ലായിടത്തും പോയിട്ട് എവിടെ പോയാലും ആരോട് പറഞ്ഞാലും 5 പിള്ളേരാ, നമ്മളാണ് എന്ത് പറയും, അല്ലെങ്കിൽ നമ്മളല്ല പലരും എന്ത് പറയും, മന്ദബുദ്ധിയുടെ അങ്ങനെ ഒരു കൊച്ചുണ്ടെന്ന് പറയുമോ? മന്ദബുദ്ധി എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടെന്ന് പറയില്ല. 5 പിള്ളേരിൽ ഒന്നങ്ങനെയാണെങ്കിൽ 4 പേരെന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഇവർ പരിചയപ്പെടുത്തും, ഇവൾക്ക് ഇന്ന കുഴപ്പമുണ്ടെന്ന് പറയും, ഞങ്ങളെല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയും. എല്ലാ സ്ഥലത്തിലും കൊണ്ടുപോകുന്ന, കരുണ കാണിക്കുന്ന, കരുണയുടെ നനവുള്ള ഒരു കുടുംബം. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, വലതുകൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രത്യേകമായ കാരുണ്യം സ്വീകരിക്കുന്ന നമ്മൾ ഇന്ന് ഈ കരുണ നമ്മുടെ ജീവിതങ്ങളിലും പ്രവർത്തനങ്ങളിലും നമ്മൾ വിട്ടുപോകരുത്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുലിഖിതം. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുലിഖിതം വായിക്കാം നമുക്ക്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പം നമ്മളുടെ കരുണയുടെ തോതനുസരിച്ചാണ് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വരുന്നത്. ദൈവം അത്രമാത്രം കാരുണ്യം നമ്മോട് കാണിക്കും. അതുകൊണ്ടാണ് യൂദായുടെ ലേഖനം 1:23 നമുക്കൊന്നെടുത്ത് വായിച്ചു നോക്കിയാലോ. യൂദായുടെ ലേഖനം 1:23 ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അവിടെ സൂചിപ്പിക്കുക, നമ്മോട് കാണിക്കുന്ന കാരുണ്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടും പഠിപ്പിക്കുക. യൂദാലേഖനം 1:23 അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ, മാംസനാഗത്താൽ കളങ്കിതരായ ഒരു വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കും. എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യുന്നവരായാലും പാപികളായാലും കുറവുള്ളവരായാലും അവരോട് നമ്മൾ കരുണ കാണിക്കണം, സഹവർത്തിത്വത്തിൽ പോകണമെന്ന് ദൈവത്തിന് വചനം പറയാണ്. വീണ്ടും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറയാണ് എഫേസൂസ് 2:4-5 വചനങ്ങൾ. എഫേസൂസ് 2:4-5 വചനങ്ങൾ വായിക്കാം, ഒരുമിച്ച് വായിക്കാം. കുറച്ച് ദൈവവചനങ്ങൾ നമ്മൾ കാണുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ കിട്ടും. നമുക്ക് വായിക്കാം. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തിന് വചനം പഠിപ്പിക്കുക, കരുണാസമ്പന്നനായ ദൈവം, പാപം മൂലം നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ടും ആ ദൈവം നമ്മോട്
കരുണ കാണിച്ചു, കൃപ തന്നു, നമ്മെ ജീവിപ്പിക്കുന്നു, നമ്മെ ജീവിക്കാൻ അനുവദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീത്തൂസിൻ്റെ ലേഖനം എടുത്ത തീത്തൂസിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ, തീത്തൂസിൻ്റെ ലേഖനം എവിടെയാണെന്നറിയത്തില്ലേ? തിമോത്തിൻ്റെ 2-ാം ലേഖനം കഴിയുമ്പോൾ. ഹല്ലേലൂയ. തീത്തൂസിൻ്റെ ലേഖനം 3-ാം അധ്യായം 4-5 വചനങ്ങൾ. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നാം നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനർജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താലത്രേ. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നമ്മെ രക്ഷിക്കുന്നു. കരുണാസമ്പന്നനായ ദൈവം നമ്മുടെ നീതിയുടെ പ്രവൃത്തി കൊണ്ടല്ല, മറിച്ച് അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തൊരു ദൈവം നമുക്ക് നോക്കാം. ഹെബ്രായ ലേഖനം 4:16 ദൈവത്തിൻ്റെ കരുണയുടെ വലിയ മാഹാത്മ്യം എത്രമാത്രമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ഹെബ്രായർ 4:16 അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ മുറുകെ പിടിക്കാം. അപ്പോൾ ദൈവം കരുണാസമ്പന്നനാണ്. അപ്പോൾ കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ അടുക്കൽ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ദൈവ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം നമ്മോട് കാരുണ്യം കാണിക്കും, വാത്സല്യം കാണിക്കുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 3-4 വചനങ്ങൾ. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 3-4 തിരുലിഖിതങ്ങൾ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേഖത്താൽ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചു വരുന്ന ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇപ്പം ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കരുണയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലും ശുശ്രൂഷകളിലും നമ്മെ ചെയ്യാൻ ശക്തിപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധവും യേശു ആരാന്നുള്ള ഒരു അറിവുമാണ്. യേശുവിനെ ശരിക്കും തിരിച്ചറിയുന്ന ഒരു വ്യക്തി മദർ തെരേസ ചെയ്യുന്നത് പോലെ ആരും തള്ളിക്കളയാതെ അവരെ സ്വീകരിക്കും, ചേർത്ത് നിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ: നമ്മൾ കരുണയോടെ നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം യേശുവിനെ ശരിക്കും നമ്മൾ മനസ്സിലായിട്ടില്ല. യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യും, തള്ളിക്കളയാതെ കൂട്ടിച്ചേർത്ത് നിർത്തും. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ കാരുണ്യത്തിൻ്റെ നനവുകൾ നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും യേശുവിൻ്റെ ശക്തിയെക്കുറിച്ചും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ്. അതാണ് മർക്കോസ് 12:24. മർക്കോസിൻ്റെ 12:24 വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റുന്നതിന് കാരണം വിശുദ്ധ ഗ്രന്ഥങ്ങൾ അറിയുന്നില്ല, ദൈവത്തിൻ്റെ ശക്തി അറിയുന്നില്ല, യേശുവിനെ അറിയുന്നില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ തെറ്റുകൾ പറ്റും. അപ്പോൾ യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാമത്തെ അധ്യായം 2 മുതൽ വചനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാം. 4ഓളം അനുഗ്രഹങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന 4 അനുഗ്രഹങ്ങൾ. 2-ാമത്തെ വചനം ഇങ്ങനെയാണ്: ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം
നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. അപ്പൊ കൃപയും സമാധാനവും ഇന്ന് ഒരു കുടുംബത്തിൽ ഉണ്ടാകണമെങ്കിൽ യേശുവിനെ അറിയണം. യേശുവിനെ അറിയുന്ന ഒരു കുടുംബത്തിൽ കൃപയ്ക്കുമേ കൃപ കിട്ടി, സമാധാനം കിട്ടും. ഇന്ന് എത്ര കുടുംബങ്ങളിലാണ് സമാധാനമില്ലാത്തത്? ലഹരി വസ്തുക്കളിലൂടെ കടന്നു വന്ന് അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ടവർ. നല്ലൊരു കല്യാണം നടത്തണമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴായിരിക്കും ഇറങ്ങിപ്പോകുന്നത്. അത് വലിയൊരു രോഗം വന്നു, ആത്മഹത്യയെന്ന് ചിന്തിക്കുന്നവർ. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു അപ്പച്ചനെ കണ്ടു. നമ്മുടെ ഒരു ഏകദിന ശുശ്രൂഷയ്ക്ക് വന്നതാണ്. ഈ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എനിക്ക് മാരകമായ ക്യാൻസർ രോഗമാണ്. മാരകമായ ക്യാൻസർ രോഗം, ചികിത്സിക്കാൻ പണമില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു, ഉറപ്പിച്ചിരിക്കുക. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു, ഇനി പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാണ് ആരോ ഒരാൾ കൂട്ടിക്കൊണ്ട് വന്നാണ് ഈ ഏകദിന ശുശ്രൂഷയിൽ. എന്തായാലും ദൈവത്തിൻ്റെ കൃപ കടന്നു വന്നു. അദ്ദേഹം ദൈവവചനം വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും അനുദപിക്കാനും കുമ്പസാരിക്കാനും എല്ലാം തയ്യാറായി. പരിശുദ്ധാത്മാവ് തൊട്ടു, യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇനി ആത്മഹത്യ ചെയ്യുന്നില്ല, എൻ്റെ രോഗം കർത്താവ് സൗഖ്യപ്പെടുത്തിയാലും ശരി ഇല്ലെങ്കിലും ശരി, ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ, ഈ അപ്പച്ചൻ്റെ ജീവിതത്തിൽ കിട്ടിയപ്പോൾ ഇനി ജീവിക്കാനുള്ള ഒരു പ്രത്യാശ കിട്ടി. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന കാര്യം വീണ്ടും പറയാണ്, 3-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവശക്തി നമുക്ക് പ്രദാനം ചെയ്യും. അപ്പോൾ യേശു ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിനും അനുദിന ജീവിതത്തിനും ദൈവഭക്തിക്കും ആവശ്യമായ കാര്യങ്ങൾ ദൈവം ചെയ്യും. അങ്ങനെയെങ്കിൽ നിരാശപ്പെട്ട് നടക്കേണ്ട കാര്യമുണ്ടോ? പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ടോ, ഒരു ചേട്ടൻ സാക്ഷ്യം പറഞ്ഞതാ. മംഗൾഡാമിൽ ഏകദിന കൺവെൻഷനിൽ വന്ന് സാക്ഷ്യം പറഞ്ഞെങ്ങനെയാണ്, ഈ ചേട്ടൻ 10 വർഷം മുമ്പ് വെള്ളം കോരാൻ വേണ്ടി പോയി. കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാണ്. പക്ഷെ അതിന് ആൾമറയൊന്നുമില്ല. ഈ കിണറിൻ്റെ മുകളിൽ വെറുതെ ഏതാണ്ട് 2 കമുകും കഷ്ണം ഇട്ടിരിക്കുകയാണ്. അവിടുന്ന് ഇങ്ങനെ ചവിട്ടി നിന്ന് ബക്കറ്റിൽ കയറിലിങ്ങനെ വലിച്ചു കോരി എടുക്കുന്ന സമയത്ത് ഈ കിണറിൻ്റെ സൈഡിൽ ചവിട്ടാൻ വെച്ചിരുന്ന 2 കമുകിൻ്റെ പലക, കമുക് വെട്ടിയിട്ട കമുകാണ്, അത് ഒടിഞ്ഞ് താഴേക്ക് പോയി. ഈ മനുഷ്യൻ ഒരു 25 അടി താഴേക്ക് വെള്ളം കോരിക്കൊണ്ട് ഇങ്ങനെ ചവിട്ടി നിന്ന് കോരുന്ന സമയത്താണ് നേരെ പോയി മൂക്കും കുത്തി, ഈ മുഖം എല്ലാം കൂടി കുത്തി നേരെ താഴേക്ക് വീണു. 25 അടി താഴെ വന്നൊരു പാറയിലടിച്ചു. പാറയിലടിച്ച് ഇദ്ദേഹത്തിൻ്റെ മുഖമെല്ലാം, ഈ മൂക്കെല്ലാം, ഈ ഭാഗങ്ങളെല്ലാം പറഞ്ഞു പോയി. അങ്ങനെ ഈ മനുഷ്യനെ ആശുപത്രി കൊണ്ടുപോയി ഓപ്പറേഷൻ എല്ലാം ചെയ്ത്, അങ്ങനെ ദൈവകൃപയാൽ ഇദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സക്സസ്സായി. പ്ലാസ്റ്റിക് സർജറി ചെയ്തു. അങ്ങനെ മുഖമെല്ലാം കൂടിപ്പോയി. ഈ കീഴ്ത്താടി കൂടി ഇങ്ങനെ സൈഡിലേക്ക് പോയിട്ട് എന്തായാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് ഈ അപ്പച്ചൻ പറയുന്ന കാര്യം, 10 വർഷമായി അന്ന് മുതൽ ഈ ഉമിനീരെപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. മുഖത്തിന് ഇപ്പോഴും ഷെയ്പ്പ്ലെസ് ആയിട്ട് ഇങ്ങനെ സൈഡിലേക്ക് കൂടിയിരിക്കുകയാണ്. വർത്തമാനം പറയുമ്പോഴും എല്ലാം ബുദ്ധിമുട്ടുണ്ട്, എന്നാലും തിരിയും. പക്ഷേ 10 വർഷമായി വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ ടവലൊന്നും പിടിച്ചാൽ നിൽക്കില്ല, എപ്പോഴും ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തോർത്തൊക്കെ കൈ പിടിച്ചിട്ടുണ്ടാകും, അതിങ്ങനെ പൊത്തി പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അത് പൊത്തി പിടിച്ച് അങ്ങനെ, എന്നാൽ പുള്ളി എല്ലാ സ്ഥലത്തൂടെ പോകുന്നുകൊണ്ട് ഈ ശരിക്കും കോവിഡിന് മുമ്പൊക്കെ ഈ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കോവിഡിന് ശേഷം വീണ്ടും നമ്മൾ അവിടെ ധ്യാനം ആരംഭിച്ചപ്പോൾ ഈ ചേട്ടൻ എപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ 10 വർഷമായി ഇങ്ങനെ വീണതാണ്.
ഏതോ ഉമിനീര് ഗ്രന്ഥിക്ക് എന്തോ കംപ്ലൈൻറ്റ് പറ്റിയതാണ് സംഭവം. അതുകൊണ്ട് ആ വീഴ്ചയിൽ നേർവുകൾക്ക് എന്തോ പ്രശ്നം പറ്റി അങ്ങനെ ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ചേട്ടനെ തൊടും, അനുഗ്രഹിക്കും. ഈ ശുശ്രൂഷ വന്നിട്ട് പ്രാർത്ഥിച്ചോണം പറഞ്ഞു. ഈ ചേട്ടൻ അവിടെ വന്നിരുന്ന് എല്ലാ മാസം വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് വടക്കഞ്ചേരി വരുമ്പോൾ അവിടെ വരും, അവിടുത്തെ ഏകദിന ശുശ്രൂഷ വന്ന് പങ്കെടുക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ഈ ചേട്ടൻ ഒരു 3-4 മാസം മുമ്പ് വന്നിട്ട് ഈ ചേട്ടൻ സാക്ഷ്യം പറയാൻ വേണ്ടി വരികയാണ്. ഈ ഉമിനീര് ഒഴുകുന്ന ആ സാഹചര്യം മുഴുവൻ നിന്നു. ഹല്ലേലൂയ. അത് പരിപൂർണമായി സൗഖ്യപ്പെട്ടു. അങ്ങനെ ഈ ചേട്ടൻ ഇന്ന് ആ കാര്യങ്ങളിൽ നിന്നെല്ലാം റെഡിയായി. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച 2-3 ദിവസം മുമ്പ് ചെന്നപ്പോഴും ആ ചേട്ടൻ ഈ ധ്യാനത്തിൽ വന്നു. ഞാൻ സംസാരിച്ചതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. വലതിരുമർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കതുകൊണ്ട് ഈ വചനം വായിക്കാം. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ 1:3. തൻ്റെ മഹത്വത്തിൽ ഒരുമിച്ച് വായിക്കാം. തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ദൈവിക ശക്തി നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഇടപെട്ട് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയുക. അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഞെരുങ്ങിപ്പോകരുത്, നമ്മൾ നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്. നമ്മുടെ ഭക്തി ആത്മീയ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഭൗതികമായ കാര്യങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ കൃപ കടന്നു വരും, അനുഗ്രഹം കടന്നു വരും. നമുക്ക് പറഞ്ഞേ വലതുകരം ഉയർത്തി ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, 4-ാമത്തെ വചനം. അതിൽ യേശു ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറയാം. ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തൻ്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് വചനം പറയുക, ദൈവിക സ്വഭാവത്തിലേക്ക് നമ്മെ വളർത്തുമെന്ന് പറയാം. ദുരാശകളും തിന്മകളും ആസക്തികളും അതുമൂലമുണ്ടാകുന്ന എല്ലാ വിനാശങ്ങളും എടുത്തു മാറ്റി ദൈവിക സ്വഭാവത്തിൽ, നമുക്കറിയാം പറഞ്ഞാൽ തിരിച്ചു പറയുന്ന ഒരു സ്വാഭാവിക നീതിയാണ് അല്ലേ? അല്ലെങ്കിൽ അടിച്ചാൽ തിരിച്ചടിക്കണം. പഴയ നിയമം അങ്ങനെയല്ലേ? പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം പല്ല്, പ്രകാരത്തിന് പകരം അടിക്കടി, മുറിവിന് മുറിവ്, അങ്ങനെയുള്ള ഒരു ശൈലി. എന്നാൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധവും അറിവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹൃദയപൂർവ്വം സ്നേഹിക്കാനും ക്ഷമിക്കാനും നമ്മുടെ ജീവിതത്തെ ദൈവം സഹായിക്കും. യേശു സഹായിക്കുമെന്ന ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 3-ാമത്തെ കാര്യം ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. 8-ാമത്തെ വചനത്തിൽ പറയുക, നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമർത്ഥമാവുകയും ചെയ്ത നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിനെ അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന 3-ാമത്തെ ഗുണം, നമ്മൾ പ്രയോജനമുള്ളവരാണ്. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും പ്രയോജനശൂന്യർ, കടം കയറി മുടിഞ്ഞു, ആത്മഹത്യ, ഇനി വേറെ വഴിയില്ല, ചിന്തിക്കും. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല, ഇനി ജീവിച്ചിട്ടെന്താ കാര്യം, വയസ്സായി. അല്ലെങ്കിൽ പഠിച്ചിട്ടും ജോലിയില്ല, ആത്മഹത്യ ചെയ്യാം. ഈ അടുത്ത കാലത്ത് 2 ആഴ്ച മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ മകൻ്റെ മകൻ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞപ്പോൾ, ഡിജിറ്റൽ മീഡിയ ഡിഗ്രി കോഴ്സ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞാണ്, അവിടുത്തെ ആ കോളേജിൽ കഴിഞ്ഞാണ്. ഡിജിറ്റൽ ഡിഗ്രി കോഴ്സിൽ 2nd റാങ്കിൽ പാസ്സായി. 2nd റാങ്കിൽ പാസ്സായി ഇറങ്ങിയ ഈ ചെറുപ്പക്കാരൻ 25 വയസ്സ്. ഇവൻ ഏതാണ്ടൊക്കെ ജോലിക്കൊക്കെ പോയി, ചെറിയ ജോലി കിട്ടി. 2 ആഴ്ച മുമ്പ് ഇവൻ ആത്മഹത്യ ചെയ്തു.
ഇവൻ്റെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കാത്തവരൊന്നുമല്ല, പള്ളി പോകാത്തവരൊന്നുമല്ല. ഈ അപ്പനും അമ്മയും കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങൾ വർഷങ്ങൾ പ്രവർത്തിച്ചവർ. ഇവൻ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഒരു ദിവസമോ 2 ദിവസമോ മുമ്പ് ആസാമിൽ പോയി സുവിശേഷ പ്രഘോഷം കഴിഞ്ഞ് വന്നവർ. കുടുംബം പള്ളിയിൽ പോകുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ബൈബിള് വായിക്കുന്നവർ. പക്ഷെ ഇവൻ്റെ ജീവിതത്തിൽ ജോലി കിട്ടിയില്ല, നല്ല ജോലി, ശമ്പളമുള്ള ജോലി കിട്ടിയില്ല. ഇവൻ വിചാരിച്ചതുപോലെ ഇവൻ്റെ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് ഉണ്ടായില്ല. ഇവൻ ആത്മഹത്യ ചെയ്തു. ഇത് അപ്പൻ്റെ കുഴപ്പമാണോ? അല്ലെ അമ്മയുടെ കുഴപ്പമാണോ? ആരുടെ കുഴപ്പമെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾ ചിന്തിക്കുകയാണ്, ഞങ്ങൾ പ്രയോജനശൂന്യർ, വിചാരിച്ച പോലെ കയറാൻ പറ്റിയില്ല, വിചാരിച്ച പോലെ ജോലി കിട്ടിയില്ല, വിചാരിച്ച പോലെ സാമ്പത്തികം മെച്ചപ്പെട്ടില്ല. ചിന്തിക്കുകയാണ് ആത്മഹത്യ, വേറെ വഴിയില്ലെന്ന് ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം പ്രയോജനശൂന്യരാണ്, എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ അഭാവവുമാണ്. ഈ ആത്മഹത്യ ഒറ്റപ്പെട്ട ആത്മഹത്യയൊന്നും ചിന്തിക്കരുത്. എനിക്കറിയാവുന്ന ഒരു പയ്യൻ ഷിപ്പിലെ ക്യാപ്റ്റനായിട്ട് വരെ അവൻ സെലക്ട് ചെയ്യപ്പെട്ട ഒരു പയ്യനാണ്. ക്യാപ്റ്റനായിട്ട് അടുത്ത ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നതിന് 5 ദിവസം മുമ്പ് ഇവൻ ആത്മഹത്യ ചെയ്തു. ഇവൻ അസിസ്റ്റൻ്റ് ഓഫീസറായിട്ട്, ക്യാപ്റ്റൻ്റെ അസിസ്റ്റൻ്റ് ഓഫീസറായിട്ട് ഇവൻ വലിയ ഷിപ്പിംഗ് കണ്ടെയ്നറിൽ, ഓയിൽ ടാങ്കറിൽ ആ ഷിപ്പ് ഓടിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിലൂടെ ആ കമ്പനിയുടെ ഷിപ്പ് ഓടിച്ചുകൊണ്ട് നടന്ന ആളാണ്. പക്ഷെ ഇവൻ്റെ കല്യാണം ഒരു ഫെയിലിയറായി, കുഞ്ഞിനെ കാണാൻ പറ്റാത്ത സാഹചര്യം വന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ സംസാരിച്ചിട്ട് ശരിയാകാതെ വന്നു. ഇവൻ മാനസികമായി ഡൗണായി. ജോലിക്ക് പോകുന്നതിന് 5 ദിവസം മുമ്പ് ഇവൻ വീട്ടിൽ ആത്മഹത്യ ചെയ്യുകയാണ്. അവൻ ചിന്തിക്കുക, അവൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി അതിനും അതിജീവിക്കാൻ പറ്റില്ല, അതിജീവിച്ചു പോകാനുള്ള ശക്തിയില്ല. ഇത് മാതാപിതാക്കന്മാർ മോശക്കാരൊന്നുമല്ല, ഇഷ്ടംപോലെ പൈസ ഉള്ളവരുമാണ്, പള്ളിയിൽ പോകുന്നവരുമാണ്, പ്രാർത്ഥിക്കുന്നവരുമാണ്. ഇവനും അങ്ങനെയുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ ഇവൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വന്നപ്പോൾ ഇവൻ്റെ വിശ്വാസം ഇവനെ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഇവനെ ബലപ്പെടുത്തിയില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം ദൈവത്തിൻ്റെ വചനം പറയാം, യേശു ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തി, ദൈവത്തിൻ്റെ വചനം 1 പത്രോസ് 3:8 പറയുകയാണ്, നിങ്ങൾ, ഒന്നുകൂടെ നമുക്ക് നോക്കാം, നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പൂർണ്ണ അറിവ് നമ്മെ സഹായിക്കും. അപ്പോൾ ഫലരഹിതരാണ് എന്ന് നമ്മൾ ചിന്തിക്കില്ല. നേരം യേശുവിനെ അറിയുമ്പോൾ പ്രയോജനശൂന്യരല്ല, ഫലമുണ്ട്, പ്രയോജനമുണ്ട്. യേശുവിനെ അറിയുന്നതിലൂടെ എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന് ചിന്തിക്കാൻ യേശു നമ്മുടെ ജീവിതത്തെ സഹായിക്കും. ദൈവത്തിന് വചനം പഠിപ്പിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്, കുടുംബത്തിന് അർത്ഥമുണ്ട്. ഒരു ടെൻഷൻ വന്നു, ഒരു പിരിമുറുക്കം വന്നു, അല്ലെങ്കിൽ ജോലിയില്ലെന്നായി, ഒരു പ്രശ്നങ്ങൾ വന്നു, ആത്മഹത്യ എന്ന് ചിന്തിക്കുന്ന അനേകം വ്യക്തികൾ. പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ആത്മഹത്യ ചെയ്ത് ഭീരുക്കളായി മാറി ആത്മാവിനെ നശിപ്പിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. 10-ാമത്തെ വചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, യേശു ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന കൃപയെക്കുറിച്ച് പറയുക. ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണു പോവുകയില്ല. ദൈവത്തിന് വചനം പറയാം, നമ്മൾ വീണു പോകാതെ കൃപയിൽ നിലനിൽക്കാൻ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തെ സഹായിക്കും. അപ്പോൾ ഏത് പ്രതിസന്ധി വന്നാലും ജീവിതം നശിപ്പിക്കാതെ പ്രതിസന്ധി അതിജീവിക്കാനുള്ള ദൈവശക്തി
പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ടുള്ള പ്രായോഗികമായ ജ്ഞാനവും അറിവുമെല്ലാം ദൈവം തരുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അഞ്ചാമത്തെ കാര്യം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന എനിക്ക് യൂദാസിൻ്റെ ലേഖനത്തിൽ 24-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. യൂദാസിൻ്റെ ലേഖനം 24-ാമത്തെ വചനം, യേശു ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന കൃപയെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. വീഴാതെ നിങ്ങളെ തന്നെ കാത്തുകൊള്ളാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ കളങ്കരഹിതരായി സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വീഴാതെ കളങ്കരഹിതമായ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ കർത്താവ് സഹായിക്കും. ആരെല്ലാം തിന്മയിലൂടെ പോയാലും വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ കർത്താവ് പിടിച്ചു നിൽക്കാനുള്ള കൃപ തരും. വെളിപാടിൻ്റെ പുസ്തകം 22:11 അവിടെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 22:11 അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞു കൊള്ളട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരിക്കൽ കൂടി ഈ ദൈവവചനം വായിക്കാം. അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയും, യേശു ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചുറ്റുപാടുമുള്ളവർ അനീതി ചെയ്താലും പാപക്കറയിലൂടെ കടന്നുപോയാലും യേശു ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തിക്ക് ഇനിയും കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടാനും നീതിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനും സാധിക്കും. അങ്ങനെ ദൈവം അവൻ്റെ ജീവിതത്തെ സംരക്ഷിക്കുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വീഴാതെ കളങ്കരഹിതമായ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ യേശു നമ്മുടെ ജീവിതത്തെ സഹായിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്ക് ഇന്ന് കർത്താവ് നമ്മുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് ഇന്ന് യേശു ക്രിസ്തുവിനെ അറിയുന്നതിലൂടെ കനിവിൻ്റെ നനവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. കാരുണ്യത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യാൻ, കൂട്ടായ്മയുടെ പ്രവർത്തികൾ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, മനപ്പൊരുത്തത്തിൻ്റെ ഒരു ജീവിതം നയിക്കാൻ ഈശോ നമ്മുടെ ജീവിതത്തെ സഹായിക്കും. ഈശോയ്ക്ക് പറ്റുമെന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. അപ്പോൾ യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറും. നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തി പരിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ വലിയ ഒരു പ്രത്യേകമായ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹ കൂട്ടായ്മയിലേക്കെല്ലാം കടന്നു വരുവാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. രക്ഷകനായ യേശുവെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവെ നന്ദി, യേശുവെ ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന.